ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നം എവിടെ തുടങ്ങി? ഇത് വെറും മതമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയം മാത്രമല്ല. ഇത് ഭൂമിയും ജനതയും ആത്മാവും ചേർന്ന കഥയാണ്. രണ്ട് ജനതകൾ, യഹൂദരും പാലസ്തീൻ അറബികളും. രണ്ടുപേരും ഈ നാടിനെ ഞങ്ങളുടേത് എന്ന് വിശ്വസിക്കുന്നു. ഒരു ഭാഗത്ത് യഹൂദർക്ക് ഈ ഭൂമി അവരുടെ മാതൃനാടാണ്. മറ്റൊരു ഭാഗത്ത് പാലസ്തീൻ ജനങ്ങൾക്ക് തലമുറയായി താമസിച്ച സ്വന്തം നാട്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഈ പ്രദേശം മെഡിറ്ററേനിയൻ കടലിനും ജോർദാൻ നദിക്കും ഇടയിലാണ്. ഈ ഭൂമി 3 മതങ്ങൾക്ക് വിശുദ്ധമായത്: യഹൂദർ, ക്രിസ്ത്യാനികൾ ആൻഡ് മുസ്ലിങ്ങൾ. പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങിയത് എപ്പോഴാണ്? അത് ഏകദേശം 100 വർഷം മുമ്പ് ഒട്ടോമൻ സാമ്രാജ്യം വീണു ബ്രിട്ടീഷ് ഭരണകാലം തുടങ്ങി. അതിനുശേഷമാണ് എല്ലാ മാറ്റങ്ങളും സംഭവിച്ചത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഈ പ്രദേശം കൈവശപ്പെടുത്തി. അപ്പോൾ തന്നെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യഹൂദ കുടിയേറ്റം ആരംഭിച്ചു. അവർക്കിത് അവരുടെ പൗരാണിക നാടാണ്. എന്നാൽ അവിടെ താമസിച്ച അറബ് ജനതയ്ക്ക് അവരുടെ ജീവൻ തന്നെയാണ്. ഇങ്ങനെ തുടങ്ങി ഭൂമിക്കും ആത്മീയതയ്ക്കും വേണ്ടിയുള്ള പോരാട്ടം ഇന്നേ വരെ അവസാനിച്ചിട്ടില്ല. അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം ഒട്ടോമൻ കാലത്തെ പാലസ്തീൻ എങ്ങനെയായിരുന്നു, അവിടെ എങ്ങനെ 3 മതങ്ങൾ ചേർന്ന് ജീവിച്ചിരുന്നു എന്ന്. അടുത്ത വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.